നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബുധനെ കുറിച്ചാണ്. ബുധൻ ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലമാണ് തരുന്നത് എന്നുള്ളതാണ്. എപ്പോഴും ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ലഗ്നത്തെക്കുറിച്ചുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക, പഠിക്കുക. അതുപോലെ തന്നെ ബുധനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പഠിക്കുക, നോക്കുക. അതിനുശേഷം ഈ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുധൻ തരുന്ന ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ബുധൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് സൂചനയായിട്ട് തരുന്ന കർമ്മങ്ങളും കർമ്മമേഖലകളും നമുക്ക് എന്തൊക്കെ എനർജിയാണ്, എന്തൊക്കെ തോട്ട് പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിൽ നിന്നും വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയായിരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബുധൻ ലഗ്നത്തിൽ നിന്നാൽ? ഷാർപ്പ് മൈൻഡഡ് ആയിരിക്കും, ക്വിക്കായിട്ട് കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും, ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും, ഫാസ്റ്റ് ലേണിംഗ്, പെട്ടെന്ന് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളിൽ നല്ല മാർക്ക് മേടിക്കാനും പാസ്സാവാനും കഴിയുന്നവർ പൊതുവെ ബുധന് ബലമുള്ളവരാണ്. ഫാസ്റ്റ് ലേണിംഗ് ആണ്. പുസ്തകമൊക്കെ വായിച്ചും പഠിച്ചും ഒക്കെ മുന്നോട്ട് പോകാനുള്ള കഴിവ് പോസിറ്റീവായിട്ടുള്ള ബുധൻ ലഗ്നത്തിൽ നിന്നാൽ വരും. ഒന്നാമത്തേത്. കമ്മ്യൂണിക്കേഷൻ സൈഡിലാണെങ്കിലും ഹൈലി എഫക്റ്റീവായിട്ടുള്ളൊരു ആയിരിക്കും ബുധൻ ബലപ്പെട്ട് ലഗ്നത്തിൽ നിന്നാൽ. ബുധൻ്റെ പേര് തന്നെ ദൂത എന്ന ഒരു പേര്, ദൂതനാണ് ഉണ്ടാവും. നന്നായിട്ടൊരു സബ്ജക്റ്റിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനും എക്സ്പ്രസീവ് ആക്കാനും അതുപോലെ തന്നെ അത് വേഴ്സറ്റൈലായിട്ട് അവതരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ഉണ്ട്. നവരസങ്ങളിൽ ഹാസ്യം ബുധൻ്റേതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തമാശകളൊക്കെ പറഞ്ഞും തങ്കൊക്കെ അടിച്ചും ചിരിച്ചും കളിച്ചും എല്ലാവരുമായിട്ട് ഇടപെടാനൊക്കെ ഉള്ളൊരു കഴിവ് ബുധൻ ലഗ്നത്തിൽ ബലപ്പെട്ട് നിന്നാൽ ഉണ്ടാവും. എല്ലാവരുമായിട്ട് ജോളിയായിരിക്കും. ആളെപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കും എന്നുള്ളതാണ്. അഡാപ്റ്റബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ ചന്ദ്രനെ പറഞ്ഞ പോലെ ചന്ദ്രൻ്റെ കുറേ ക്വാളിറ്റികൾ ഈ ബുധനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും ന്യൂ സിറ്റുവേഷൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ പോയി ഒന്ന് പെട്ടുപോകും. ഇതെന്താ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ അറിയാതിരിക്കും. ഈ ബുധൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ബുധൻ ആരുടെ കൂടെ ചേരുന്നു അവരെ പോലെ പെരുമാറും. ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്ന ആളെന്തായിരിക്കും, അവർ ഏത് സാഹചര്യത്തിൽ പോയി പെടുന്നു, അത് ഗതാധാരിയായ പുരുഷൻ്റെ കൂടെ ആണെങ്കിൽ ഗതാധാരിയായ പുരുഷനെ പോലെ, അല്ലെങ്കിൽ വീണ വായിക്കുന്ന സ്ത്രീയുടെ കൂട്ടാണെങ്കിൽ വീണ വായിക്കുന്ന സ്ത്രീയെ പോലെ, അല്ലെങ്കിൽ തോണിയിൽ കയറിയിരുന്ന് അലഞ്ഞു നടക്കുന്നവരുടെ കൂടെയാണ്, അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു നടക്കുന്നവരുടെ കൂടെയാണ് ഇവരിയ്ക്കുന്നതെന്നുണ്ടെങ്കിലും അവരങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ എന്തിൻ്റെ കൂടെ ചേരുന്നു അതേപോലെ ആയി മാറാനുള്ളൊരു കഴിവായിരിക്കും ഇവർക്ക് മെയിനി. പ്രത്യേകിച്ച് ഇവരുടെ അടിസ്ഥാന വ്യക്തിത്വം എന്ന് പറയുന്നത് എപ്പോഴും ജോളിയായിട്ടിരിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലക്സ് ഐഡിയാസ്, പ്രോബ്ലം സോൾവിങ്ങിനുള്ളൊരു കഴിവ്, ആൾക്കാർക്ക് ഇടനില ഇത് കുഴപ്പമില്ല, നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ, അല്ലെങ്കിൽ നിനക്ക് അവനോടൊന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ, അല്ലെങ്കിൽ നിനക്ക് അവനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഇടയിൽ നിന്ന് നല്ല സുഹൃത്തുക്കളായിട്ടും ഒക്കെ നിന്നും ഒരാളുടെ ഒരു കാര്യം വേറെ ഒരാളെ അറിയിക്കണമെങ്കിൽ ഇവർ വഴി അത് ചെയ്യാനും ഇടനില നിൽക്കാനും ഒക്കെയുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കും, വേഴ്സറ്റൈലായിരിക്കും. അതുപോലെ തന്നെ എക്സ്പ്ലോറിങ് വേരിയസ് ഇൻട്രസ്റ്റ്, സ്കിൽസ്, പല രീതിയിലുള്ള സ്കില്ലുകളൊക്കെ ഇവർ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇവർ നോക്കും. ഇതൊക്കെ ഇവരുടെ കഴിവുകളും ക്വാളിറ്റികളുമാണ് കേട്ടോ. നന്നായിട്ട് സംസാരിക്കാനും പല ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ് വരും. അതേപോലെ രാഹുവുമായിട്ടൊക്കെ ബുധന് ബന്ധം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭാഷകൾ ഇവർക്ക് സംസാരിക്കാനുള്ള അറിവും കഴിവുകളും ഉണ്ടാവും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എന്തിനോടെ ചേരുന്നു, രാഹുവിനോട് ചേർന്ന രാഹുവിൻ്റെ സ്വഭാവം, വ്യാഴത്തോട് ചേർന്ന വ്യാഴത്തിൻ്റെ സ്വഭാവം, ശനിയോടെ ചേർന്ന ശനിയുടെ സ്വഭാവം, കുജനോട് ചേർന്നാൽ കുജൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവർ നിൽക്കുന്ന നക്ഷത്രം, നക്ഷത്രാധിപൻ, ഇവർ യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹം, ഇവരെ ദൃഷ്ടി ചെയ്തിരിക്കുന്ന ഗ്രഹം, ഇവരുടെ ഭാവാധിപത്യം എല്ലാം വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബുധന് ഒരു എന്തിനോട് കൂടി ചേരുന്നു അതുപോലെയാണെന്നുള്ളത് ആലോചിക്കണം. എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളതാണ്, പറന്ന് നടക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇനി നെഗറ്റീവ് ചലഞ്ചസ് നോക്കാം. ബുധൻ ലഗ്നത്തിൽ നിന്നുള്ള
ചലഞ്ചസ്, മേലിഫിക്കായാലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെസ്റ്റ്ലെസ് മൈൻഡാണ് മെയിനായിട്ട്. സ്വസ്ഥത, കുറേ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. കോൺസ്റ്റൻറ്റ് മെൻ്റൽ ആക്ടിവിറ്റി, ഡിസ്ട്രാക്ഷൻസ്, ഒന്നിലും മനസ്സുറയ്ക്കാത്ത അവസ്ഥ. അതൊരു പ്രാക്ടീസ് പോലെ ആയിരിക്കും. സോഷ്യൽ മീഡിയയിലും അതിലൊക്കെ ഇങ്ങനെ പലപ്പോഴും ഇവരുടെ ഒരു ക്വാളിറ്റി, ഇങ്ങനെ മെൻ്റലി ഡൗൺ ആയിരിക്കുമ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ചാൽ ഇവർ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും മെൻ്റലി നല്ല ഡൗൺ ആയിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്, സൈക്കോളജിസ്റ്റുകളുടെ പഠനങ്ങൾ പറയുന്നത്. അപ്പം ഇവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അത്രയും ആ മാനിപ്പുലേറ്റീവ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കൺസ്യൂമേറ്റ് ലയർ ഓർ എ മാനിപ്പുലേറ്ററാണ് മെർക്കുറി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഏതൊരു സിറ്റുവേഷനെയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുമെങ്കിലും റെസ്റ്റ്ലെസ് മൈൻഡായിരിക്കും ലഗ്നത്തിൽ ബുധൻ നിൽക്കുമ്പോഴുള്ള ഒരു പ്രധാന കുഴപ്പം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നെർവസ്നെസ് ആൻഡ് ആങ്സൈറ്റിയാണ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നവർക്ക്. അതുപോലെ ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പം അത് മേലിഫിക്കാണെങ്കിൽ, ബലക്ഷയമുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ പാപബന്ധമൊക്കെ ഉള്ളതാണെങ്കിൽ എഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കത്തില്ല. കമ്മ്യൂണിക്കേഷൻ ടോൺ ഇവർക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പം. മറ്റുള്ളവർക്ക് ഇവരുദ്ദേശിക്കുന്നതായിരിക്കത്തില്ല മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത്, ഇവരുദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ആ ടോൺ മറ്റുള്ളവർ എടുക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഒരു പ്രധാന കാര്യമാണ്. അത് നമുക്ക് റിലേഷൻഷിപ്പൊക്കെ വരുമ്പോഴത്തേക്ക് പറയാം. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളത് നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്. അതുപോലെ തന്നെ ബുധനാണ്. അപ്പോൾ സ്കിൻ ഡിസീസുകൾ ഇതൊക്കെ ബുധൻ്റെയാണ്. സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരും. ഇതെല്ലാം ബുധൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഇവരുടെ കരിയർ ആൻഡ് ലൈഫ് പാത്ത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. കമ്മ്യൂണിക്കേഷൻ റോളുകളിലെല്ലാം ഇവർ നന്നായിട്ട് വിജയിക്കും കേട്ടോ. റൈറ്റിംഗ്, ടീച്ചിങ്, പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ തന്നെ കൗൺസിൽ ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഇതിലെല്ലാം ഇവർ വിജയിക്കും. നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ, നന്നായിട്ട് കാര്യങ്ങളെ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവർ ആ മേഖലകളിലെല്ലാം വിജയിക്കും. ഇൻ്റലക്ച്വൽ പെർസ്യൂട്ട്സിലാണെങ്കിൽ റിസർച്ച് ഏരിയകളിൽ ഇവർ വിജയിക്കും, സക്സസ്ഫുൾ ആവും. അനാലിസിസ്, പ്രോബ്ലം സോൾവിങ്, ഈ ഏരിയകളിലൊക്കെ അവർ സക്സസ്ഫുൾ ആവും. അതുപോലെ തന്നെ വേഴ്സറ്റൈൽ പ്രൊഫഷൻസ് ലൈക്ക് ജേർണലിസം, അതേപോലെ ട്രാൻസ്ലേഷൻ, എഡിറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ ഇവർ വിജയിക്കും. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ അതിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പാണ് സംസാരിച്ച് വീഴ്ത്തും സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടതൊക്കെ പറഞ്ഞ് കാര്യം ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുവന്നു. സെയിൽസ് മാർക്കറ്റിംഗ് കപ്പാസിറ്റി ഭയങ്കരമായിരിക്കും. അതുപോലെ തന്നെ ആൻട്രപ്രണർഷിപ്പിലൊക്കെ പരസ്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പരസ്യ കമ്പനികൾ, അതിൻ്റെ ഐഡിയാസ്, അത് മാർക്കറ്റ് ചെയ്യുന്ന രീതി, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്, ഇതെല്ലാം ബുധൻ്റെ കയ്യിലുള്ളതാണ്. അതുപോലെ തന്നെ IT, നമ്മൾ പറയത്തില്ല കാശ് കൊടുത്ത് മേടിക്കുന്ന അടിമകളാണ് എന്ന് പറയുന്ന ആൾക്കാർ, IT, ഇൻഫർമേഷൻ ടെക്നോളജി ബുധൻ്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ളിലൊരു കോർപ്പറേറ്റ് IT മേഖലകളിലെ ഒരു രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ബുധൻ്റെ ഒരു രീതി അതിനകത്തുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കത്തേ ഉള്ളൂ, കമ്മിറ്റ്മെൻറ്റ് ഇല്ലായിരിക്കും. അതുപോലെ തന്നെ ഈ ബുധൻ്റെ തന്നെ എല്ലാ മാനിപ്പുലേഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബുധൻ ഒരു മെർക്കുറി ഒരു കൺസ്യൂമേറ്റ് ലയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും, കള്ളങ്ങൾ ചെയ്യാനും, പൊളിറ്റിക്സ് കളിച്ച് ചവിട്ടാനും ഒക്കെ ഇതിനകത്ത് IT മേഖലയിൽ ഒരു കോർപ്പറേറ്റ് കൾച്ചറിനകത്തുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ബുധൻ എന്താണെന്നുള്ളത്. ബുധൻ്റെ ഒരു രീതി നല്ല ഗ്ലോറിഫിക്കേഷനും വാവ് ഫാക്ടറുകളും നന്നായിട്ട് ഇടപെടാനും നല്ല രീതിയിലും ഒക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെന്ന് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കത്തില്ല പറയുന്നത്. കമ്പനിയുടെ ചില ആവശ്യങ്ങൾ കാരണം ഇന്ന കൊണ്ടുപോകുന്നു, അടുത്ത മാസം മുതൽ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും, നിങ്ങളെ പറഞ്ഞു വിടാൻ വിഷമമാണെങ്കിലും തൽക്കാലം ഇപ്പോൾ വേണ്ട, ഇനി ഒരു ആവശ്യം വന്നാൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്കായിരിക്കും തരുന്നതെന്നൊക്കെ ആയിരിക്കും ടെർമിനേഷൻ ലെറ്റർ വരുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് വളച്ചൊടിച്ച് കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ ആണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് കുറയലും പ്രകടനം കൂടുതലും കൂടി ഉള്ളതാണ് ബുധൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് കൾച്ചർ,
മാർക്കറ്റിങ്, അതേപോലെ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ല. 1 മിനിറ്റൊക്കെ കാണത്തുള്ളൂ പരസ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് വലിച്ചിട്ട് കളയും. അതാണ് ബുധൻ. നമ്മളെ പെട്ടെന്ന് അവരിലേക്ക് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് വലിച്ചടുപ്പിച്ച് കളയും. ഇപ്പം മനസ്സിലായോ? റിലേഷൻഷിപ്പുകളിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ നന്നായി ഇവർ സംസാരിക്കും. എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് ഇവരിലേക്ക് അടുപ്പിച്ച് നിർത്തും. വീട്ടിലാണെങ്കിലും നന്നായിട്ട് സംസാരിച്ചും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും ഉത്തമയായ ഭാര്യയും ഉത്തമനായ ഭർത്താവുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് ഇരിക്കും. അതുപോലെ നല്ല ചാമിങ്ങും അതുപോലെ നന്നായിട്ട് എൻഗേജിങ്ങും ആയിരിക്കും ഇവരുമായിട്ട് സംസാരിച്ച് ഇരിക്കാനും ഇടപെടാനുമൊക്കെ. അതുപോലെ തന്നെ കുരുത്തക്കേടുകൾ മനസ്സിൽ ഒരുപാടുണ്ടെങ്കിൽ പോലും ഒരു അഡാപ്റ്റബിൾ ആയിട്ടുള്ള പാർട്ട്ണറാണ് ഇവർ. തൻ്റെ കൂടെയുള്ളവരുടെ പാർട്ട്ണറിൻ്റെ നീഡ്സിനും മൂഡ്സിനും അനുസരിച്ച് ഇടപെടാൻ കഴിയുന്ന ആളുകളായിരിക്കും. അവർക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് ഹാൻഡ്ലിങ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അതനുസരിച്ച് അത് നിൽക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ഒരു നെറ്റ്വർക്കിംഗ് സ്റ്റൈല്, കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്, ഇവരുടെ ഫ്രണ്ട്ഷിപ്സ് ബിൽഡ് ചെയ്യുന്നത്, ജോലിയിലൊക്കെയുള്ള സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്യുന്നു, ആ വഴി ജോലി സംഘടിപ്പിച്ചെടുക്കുന്നത്, ഇവർക്ക് അത്യാവശ്യം വേണ്ട ആൾക്കാരുമായിട്ടെല്ലാം നന്നായിട്ട് സംസാരിച്ച് അത് വേണ്ടത് അവരുടെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രനും ബുധനും വൈശ്യനാണ്, ലാഭം നോക്കും. ഫ്യൂച്ചറിലേക്കുള്ള ലാഭം കണ്ടുകൊണ്ട് പിടിച്ചു നിർത്തുകയും നമുക്ക് ഉപകാരമില്ലെന്ന് തോന്നുന്നവരെയാണെങ്കിൽ ചിരിച്ച് കളിച്ചുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് ചവിട്ടി നിർത്തിയിട്ട് എന്നാൽ അവരുടെ ആവശ്യത്തിന് വിളിക്കുമ്പോൾ അവരോട് സംസാരിക്കും. അവർക്കൊന്നും ചെയ്തു കൊടുക്കത്തൊന്നുമില്ല, പക്ഷേ കേട്ടോണ്ടിരിക്കും ഇങ്ങനെ. അതായത് ഒരു ചീറ്റിങ് ഒരു ടെൻഡൻസി ഉണ്ട് ഉള്ളിൽ. എന്നാൽ ആവശ്യമുള്ളവരെയാണെങ്കിൽ കഥ പറഞ്ഞും കറങ്ങാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അവരെ പിടിച്ച് കൊണ്ടുവന്ന് വേണ്ടതെല്ലാം കൊടുത്തും ഇടപെടുത്തിയും തങ്ങളിലേക്ക് ആ ഒരു മര്യാദകളൊക്കെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും തങ്ങളിലേക്ക് ആകർഷിച്ച് നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവരുടെ ഒരു കഴിവ്. മിക്കപ്പോഴും ഇങ്ങനെയുള്ളവരുടെ ഒരു അനുഭവം കണ്ടിട്ടുള്ളത്, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിയുമ്പം അത് തന്നെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള റോങ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സമാധാനം കിട്ടാനും വേണ്ടിയിട്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലഗ്നത്തിൽ ബുധൻ നിന്നാൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കണം. ഡെവലപ്പിംഗ് ഫോക്കസ് ആൻഡ് മെൻ്റൽ ഡിസിപ്ലിൻ വളരെ കൃത്യമായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ആ ഒരു ബുധൻ്റെ നേച്ചർ, ആ ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കണം. നിങ്ങളുടെ റോങ് ആയിട്ടുള്ള യാത്രകളാണ്, നിങ്ങളുടെ ചിന്തകളാണ്, അതുവഴിയുള്ള പോക്കും കുറ്റബോധങ്ങളും പല തകർച്ചകളുമാണ് ജീവിതത്തെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്നത്. എത്ര പോളിഷ്ഡ് ആയിട്ടുള്ളൊരു മുഖം നമ്മൾ അവതരിപ്പിച്ചാലും പ്രൊജക്റ്റ് ചെയ്താലും നമ്മുടെ ദുഃഖം ആ മുഖത്ത് കാണും. അതറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു നല്ല മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക, നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഇന്നർ വിസ്ഡം, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, അതിന് വേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. ഒരു ഇന്നർ ഗൈഡൻസ് ഇവർക്ക് ഉണ്ടാവും നാച്ചുറലി, അതിനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു ഇന്നർ ഗൈഡൻസിനനുസരിച്ച് ബുധനല്ലേ എത്ര ആയാലും വാഗ്ദേവതകളെ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടും കൂടിയാണ്. അപ്പം ആ ഒരു ഇന്നർ വിസ്ഡം എന്തായാലും ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലേക്കും നല്ല നല്ല കാര്യങ്ങളിലേക്കും കേൾക്കുകയും ശ്രദ്ധ ചെലുത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. ബുധൻ ബലപ്പെടുകയും രാഹുയോഗം വരികയും ശുക്രൻ നീചനാവുകയും ചെയ്താൽ സ്വഭാവദൂഷ്യം കാരണം ഒരിക്കലും ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഞാൻ റെമഡീസും അതുപോലെ ടിപ്സും പറയാം. പ്രാക്ടീസ് മെൻ്റൽ ക്ലാരിറ്റി, ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻ, നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് എൻഗേജിങ് ഇൻ ഇൻ്റലക്ച്വൽ പെർസ്യൂട്ട്സ് ആൻഡ് ലേണിംഗ്. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക, ശ്രദ്ധിക്കുക, വായിക്കാനും പഠിക്കാനും ഒക്കെ. നമ്പർ 3, ഡെവലപ്പ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ബാലൻസ് മെൻ്റൽ ആക്ടിവിറ്റി വിത്ത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സാധനകൾ
അല്ലെങ്കിൽ മന്ത്രസാധനങ്ങൾ, ജപസാധനകൾ, പൂജ, അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അഞ്ചാമത്തേതെന്ന് പറയുന്നത് മെർക്കുറി റിലേറ്റഡ് ആയിട്ടുള്ള റിച്വൽസ് ചെയ്യുക. ബുധൻ, അതിൻ്റെ അതിദേവതയായിട്ട് കേരളീയ ജ്യോതിഷന്മാർ പറയുന്നത് വിഷ്ണു അവതാരങ്ങളെയാണ്. കൃഷ്ണൻ, അതുപോലെ തന്നെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേവതകളെയൊക്കെയാണ് പറയുന്നത്. കൃഷ്ണൻ അവതാര വിഷ്ണുക്കളെല്ലാം തന്നെ, വിഷ്ണു അവതാരങ്ങളുടെ ക്ഷേത്രങ്ങളെല്ലാം, ധന്വന്തരിയും എല്ലാം. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലാണെങ്കിൽ ഗന്ധർവസ്വാമിയൊക്കെ, അതേപോലെ വിദ്യാ റിലേറ്റഡ് ആയിട്ടുള്ള ദേവതകൾ, സരസ്വതി ദേവി, വാഗ്ദേവത, അങ്ങനെ അതുപോലുള്ള ദേവതകളെയൊക്കെ ആശ്രയിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ബുധനെ പറ്റി. ബുധൻ്റെ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാം ഒന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല ലഗ്നത്തിൽ നിൽക്കുന്നതിന്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ആ രാശി, നിൽക്കുന്ന രാശിയുടെ അധിപൻ, അതേപോലെ തന്നെ നക്ഷത്രം, നക്ഷത്രാധിപൻ, അതിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങൾ, യോഗം ചെയ്തിട്ടുള്ള ഗ്രഹങ്ങൾ, ദശ, അപഹാരം, ഗോചരം, അതായത് ട്രാൻസിറ്റുകൾ, ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തുകയും ബാക്കി 9 ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ആകത്തുകയായിട്ടാണ് ഒരാളുടെ ജീവിതം മൊത്തത്തിൽ വരുന്നത്. എന്നിരുന്നാൽ പോലും ലഗ്നത്തിൽ ഒരു ഗ്രഹം നിന്നാൽ അതിൻ്റെ ജനറൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് മുമ്പുണ്ടായിട്ടുള്ള ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ പറഞ്ഞത്. എൻ്റെ അനുഭവങ്ങളും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞത്. ഇതെടുത്ത് നിങ്ങളുടെ അനുഭവമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അനുഭവമല്ലാത്ത കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാൻ ശ്രമിച്ചിട്ടും അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ലഗ്നത്തിൽ പുതിയൊരു ഗ്രഹം നിൽക്കുന്നതിൻ്റെ ഫലവുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കൃഷ്ണനെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ബുധൻ, അതുകൊണ്ട് ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.